ഹലോ ഗൈസ്, വെൽക്കം ടു ഗാരേജ്. നമ്മൾ ഇന്ന് വന്നിട്ട് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഡെലിവറി ചെയ്യാൻ പോകുന്നത് റോയ് സാറിന്റെ മകൻ ലിയോൺ സാറിനാണ്. നമ്മൾ ഡീലിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത് റോയ് സാറിനോടായിരുന്നു. സാറിന് വരാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ലിയോൺ സാറിനാണ് കൈമാറുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് റിവ്യൂ കാര്യങ്ങളെല്ലാം കസ്റ്റമറോട് തന്നെ ചോദിച്ചറിയാം. പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സാറാണെങ്കിലോ റോയ് സാറാണെങ്കിലോ പുള്ളിയുടെ ഫാദറാണ്. അപ്പോൾ ഫാദർ ആണെങ്കിൽ തന്നെ വണ്ടി ഡയറക്റ്റ് കാണുകയോ അതോ മുൻപ് നമ്മളോട് മുൻ പരിചയം ഒന്നും ഇല്ലാണ്ടാണ് വണ്ടി കാര്യങ്ങൾ ഡീൽ ചെയ്തത്. നമ്മൾ ഡൽഹിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു പരിചയമില്ലാണ്ട് ഫുൾ എമൗണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് അത്രയും ട്രസ്റ്റ് വർത്തി ആയിട്ട് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് നമുക്ക് കസ്റ്റമറിനോട് തന്നെ ചോദിച്ചറിയാം. സോ ആദ്യമേ എൻ്റെ ഫാദറാണ് ഓൺലൈൻ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിൽ ത്രൂ നിങ്ങളുടെ കമ്പനി ആദ്യമേ കാണുന്നത്. അങ്ങനെ കമ്പനി കൂടെ കണക്ട് ചെയ്തപ്പം ഇങ്ങനെ കുറേ വണ്ടികൾ കാണിച്ചു തന്നു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ മെർസിഡീസ് ആയിരുന്നു. അപ്പം അങ്ങനെ നിങ്ങളായിട്ട് ഡീൽ ചെയ്ത് നോക്കിയപ്പം പറഞ്ഞ് ഇതാണ് ബെസ്റ്റാണ്, ഇതിൻ്റെ സ്പെക്സ് ഒക്കെ അടിപൊളിയാണ്. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാം വളരെ പീസായിരുന്നു. സർവീസ് കാര്യങ്ങളെല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു? സർവീസ് ഒക്കെ വളരെ നല്ല, പേപ്പർ വർക്ക്സ് ആണെന്നുണ്ടെങ്കിലോ ട്രാൻസ്പോർട്ടേഷൻ ആണെന്നുണ്ടെങ്കിലും എല്ലാം നമുക്ക് കംഫർട്ട് ആയിരുന്നു. അതെ അതെ, അതെല്ലാം വളരെ സ്മൂത്ത് ആയിരുന്നു. ഓക്കെ. ഇപ്പോൾ നമ്മൾ കാറിനെ പറ്റി പറയുകയാണെങ്കിൽ 2019 മോഡൽ മെർസിഡീസ് ബെൻസ് E350 ആണ്. ജസ്റ്റ് 40,000 കിലോമീറ്റർ ആണ് ഇത് ഡ്രൈവ് ചെയ്തിട്ടുള്ളത്. സിംഗിൾ ഓണർ ആണ്. നമുക്ക് ബാക്കി എങ്ങനെയുണ്ട് വണ്ടിയുടെ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് കസ്റ്റമറിനോട് ഡയറക്റ്റ് ചോദിക്കാം. ഇല്ല, വണ്ടി എല്ലാം പെർഫെക്റ്റ് കണ്ടീഷനിലായിരുന്നു, എല്ലാം നല്ല കണ്ടീഷനിലായിരുന്നു. ഒരു ഡാമേജും അങ്ങനെ മേജർ ആയിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ എൻജിൻ പറയാത്ത പ്രശ്നങ്ങളായിട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല, മൈനർ കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ, അതല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇതിനകത്തില്ല. അപ്പോൾ ഗാരേജുമായി ഉള്ള ഫുൾ ഓവറോൾ എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ, അതായത് റിലേറ്റീവ്സ് ഫ്രണ്ട്സ് സർക്കിളിലൂടെയൊക്കെ നമ്മളെ റെഫർ ചെയ്യുമോ? എങ്ങനെയാണ് നമ്മുടെ സർവീസ് കാര്യങ്ങളെല്ലാം? തീർച്ചയായും ഇത് എല്ലാം വളരെ പീസായിരുന്നു, എല്ലാം വളരെ സ്മൂത്തായിട്ട് നടന്നു. അപ്പം ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്ന ഒരു കമ്പനി ആയിരിക്കും നിങ്ങളുടെ. അപ്പോൾ ഇനി ഇതുപോലത്തെ ക്വാളിറ്റി കാർസ് ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ഗാരേജ് ഹെഡ്.